ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BA ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട 28 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം മാത്രമേ ഇതിലുള്ളൂ. കഴിഞ്ഞ വീഡിയോ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്താണ്, അത് ഏതൊക്കെ വരുന്നുണ്ട്, അതെല്ലാം ചേർത്ത് നമ്മളൊരു റിവിഷൻ പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടത്, അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പാർട്ട് 2 ആയിട്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോയാലോ. 28 ചോദ്യങ്ങൾ അടങ്ങുന്ന മോക്ക് ടെസ്റ്റാണത്. നിങ്ങൾ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എ മെക്കാനിസം ഡിസൈൻഡ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് കോൺഫ്ലിക്റ്റ് caused by specific experience is known as ego mechanism, defense mechanism, electronic mechanism, copying mechanism. ആൻസർ ഡിഫെൻസ് മെക്കാനിസം ആണ്. ഇല്ലേ, നമുക്കറിയാം ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സും കോൺഫ്ലിക്റ്റും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് ഡിഫെൻസ് മെക്കാനിസം. ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ മറ്റൊരു പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇനി ശ്രദ്ധിച്ച് കേൾക്കുക, ഓപ്ഷൻസ് ശ്രദ്ധിച്ച് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അൺകോൺഷ്യസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി ഓപ്പോസിറ്റ് ബിഹേവിയർ, attitude or feeling of what one would normally show in a given situation. Repression, regression, reaction formation, sublimation. ആൻസർ റിയാക്ഷൻ ഫോർമേഷൻ ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ്, ഇല്ലേ? നമ്മൾക്ക് നോർമലി ഉള്ള ഒരു ബിഹേവിയറിൽ നിന്നും ഓപ്പോസിറ്റായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ബിഹേവിയറാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഓപ്പോസിറ്റ് ബിഹേവിയർ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. അൺകോൺഷ്യസ് ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം, ആക്ടിങ് ആണത്. ദ ഓപ്പോസിറ്റ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഓർ ഫീലിങ്സ് ഓഫ് വാട്ട് വൺ വുഡ് നോർമലി ഷോ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. Who first defined defense mechanism as a way of protecting against anxiety? Piaget, Sigmund Freud, B.F. Skinner, Brunner. ആൻസർ എന്താണ്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹൂ ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ഡിഫെൻസ് മെക്കാനിസം ആസ് എ വേ ഓഫ് പ്രൊട്ടക്റ്റിംഗ് എഗെയിൻസ്റ്റ് ആങ്സൈറ്റി? ആങ്സൈറ്റിക്കെതിരായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. അത് സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. Which defense forms the basis of many other mechanisms? Repression, sublimation, projection, displacement. ആൻസർ റെപ്രഷൻ ആണ്. അതായത് എന്താണ്? ബേസിക് ആയിട്ടുള്ളതാണ്, ഒരു ബേസിസ് ആണ്. എല്ലാത്തിൻ്റെയും ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് റെപ്രഷനാണ്. റെപ്രഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ, നമ്മളുടെ അബോധ മനസ്സിലേക്ക് നമ്മൾ തള്ളിവിടുന്നത്. അതാണ് പല മെക്കാനിസത്തിൻ്റെയും ബേസിസ് എന്നറിയപ്പെടുന്നത് റെപ്രഷനാണ്. ഒരു കാര്യം കൂടി ഓർത്തോളുക, പ്രൈമറി ഡിഫെൻസ് മെക്കാനിസം അറിയപ്പെടുന്നതും റെപ്രഷൻ തന്നെയാണ്. പ്രൈമറി ഡിഫെൻസ് മെക്കാനിസം എന്നറിയപ്പെടുന്നതും റെപ്രഷനെ തന്നെയാണ്. അതുപോലെ ഡിനയലിനെയും പ്രൈമറി മെക്കാനിസം എന്നറിയപ്പെടുന്നുണ്ട്. ഓപ്ഷനിൽ നമ്മൾ നോക്കുക, പ്രൈമറി ഡിഫെൻസ് മെക്കാനിസം തന്നിട്ട് റെപ്രഷനും ഡിനയലും ഉണ്ടോയെന്ന് നോക്കുക. അതിലേതാണുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത അഞ്ചാമത്തെ ചോദ്യം. അൺകോൺഷ്യസ് ഷിഫ്റ്റിംഗ് ഓഫ് ഫീലിങ്സ് സച്ച് എ ഹോസ്റ്റിലിറ്റി ഓർ anxiety from one idea, person or object to another. Unconscious shifting of feelings such a hostility or anxiety from one idea, person or object to another. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട്. ഓപ്ഷൻസ്: പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, കോമ്പൻസേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ.
ആൻസർ ഇതാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നോക്കിക്കേ, അൺകോൺഷ്യസ് ഷിഫ്റ്റിംഗ് ഓഫ് ഫീലിംഗ് ആണ്. അവിടെ കണ്ടോ, ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്താൽ അതെന്തായി, ഡിസ്പ്ലേസ്മെൻ്റ് ആയി. അടുത്ത 6ാമത്തെ ചോദ്യം, റെപ്രഷൻ. റെപ്രഷൻ റെഫേഴ്സ് ടു, എന്താണ് റെപ്രഷൻ? കോൺഷ്യസ് എക്സ്ക്ലൂഷൻ ഓഫ് ബാഡ് മെമ്മറീസ് ദാറ്റ് കോസ് ആങ്സൈറ്റി ഫ്രം മൈൻഡ്. Unconscious exclusion of bad memories that cause anxiety from mind. Diversion of energy into positive and socially acceptable activities. Stopping bad thoughts from remembering. Answer, unconscious exclusion of bad memories that cause anxiety from mind. Clear അല്ലേ? ഓക്കെ, ഇനി അടുത്ത 7ാമത്തെ ചോദ്യം, എ കോൺഷ്യസ് എക്സ്ക്ലൂഷൻ ഓർ ഫൊഗെറ്റിംഗ് ഓഫ് ഡിസ്ട്രസ്സിംഗ് മെമ്മറീസ്, തോട്ട്സ് ഓർ ഫീലിംഗ് ഈസ് നോൺ ആസ് റെപ്രഷൻ, സപ്രഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ. ആൻസർ ഇതാണ്, സപ്രഷനാണ്. നമ്മൾ പറഞ്ഞു കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്ക്ലൂഷനാണ് ഇല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഫൊഗറ്റിംഗ് ആണ് ഓഫ് ഡിസ്ട്രസ്സിങ് മെമ്മറീസ്. നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത മെമ്മറീസും തോട്ട്സും ഫീലിങ്ങും ഒക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയുന്നതാണ് സപ്രഷൻ. അടുത്ത 8ാമത്തെ ചോദ്യം, വെൻ ദ ഇൻഡിവിജ്വൽ ഈസ് അഫ്രൈഡ് ഓഫ് ഒറിജിനൽ ഗോൾ ആൻഡ് അവോയ്ഡ് ദി ആക്ച്വൽ ഫെയിലിയർ, he select a new goal or situation which is easier to attain is known as regression, substitution, displacement, intellectualization. ആൻസർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലാത്ത എന്തെങ്കിലും ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫെയിലിയർ ആയി പോകുന്ന പേടിയുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി നമ്മൾ വേറൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ് ഇല്ലേ, ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഡോക്ടർ ആവിയാൽ നമ്മൾക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ടത് പറ്റുമോ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നഴ്സാവുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്ത 9ാമത്തെ ചോദ്യം, ഡ്രെയിനിങ് ഓഫ് ദി അൺവാണ്ടഡ് എനർജി ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ചാനൽ ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, ഇൻട്രോജെക്ഷൻ, പ്രൊജക്ഷൻ. ആൻസർ സബ്ലിമേഷൻ ആണ്. നമുക്കറിയാം സോഷ്യലി അക്സെപ്റ്റബിൾ ഫോമിലേക്ക് നമ്മളുടെ അൺവാണ്ടഡ് എനർജി കൊണ്ടുവരുന്നതാണ് ഇല്ലേ. ഇതേതാണ്, അൺവാണ്ടഡ് എനർജി ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ചാനൽ. അതേതാണ് ആൻസർ വരുന്നത്, സബ്ലിമേഷൻ ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം, ജസ്റ്റിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ യൂസിങ് റീസൺ അതർ ദാൻ ദ റിയൽ റീസൺ. കോമ്പൻസേഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റെപ്രഷൻ. ആൻസർ എന്താണ്, റാഷണലൈസേഷൻ ആണ് ഇല്ലേ. എന്താണ്, നമ്മളുടെ യഥാർത്ഥ കാര്യത്തെ മാറ്റി നിർത്തിയിട്ട് വേറൊരു കാര്യം പറയുന്നു എന്നുള്ളത്. നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്, നമ്മളുടെ ആ ഒരു റീസണെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു. റിയൽ റീസണെ മാറ്റി നിർത്തി നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു, വേറൊരു റീസൺ കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്നെങ്കിൽ അതാണ് റാഷണലൈസേഷൻ. ക്ലിയർ ആണല്ലോ. അടുത്ത 11ാമത്തെ ചോദ്യം, ആൻ അഡൾട്ട് ഷോസ് childhood behavior during the later stage of illness. Here he adaptive the situation with repression, sublimation, regression, attention seeking. ആൻസർ റെഗ്രഷൻ ആണ്. നമുക്കറിയാം ആക്ടിങ് ലൈക്ക് എ ചൈൽഡിഷ് ആകുന്നതാണ് ഇല്ലേ. അഡൾട്ട് ഷോസ് ചൈൽഡ്ഹുഡ് ബിഹേവിയർ. ചൈൽഡ്ഹുഡ് ബിഹേവിയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൈൽഡ്ഹുഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, റെഗ്രഷൻ ആണ്. അടുത്ത 12ാമത്തെ ചോദ്യം, കവറിംഗ് അപ്പ് എ വീക്ക്നെസ് ബൈ സ്ട്രെസ്സിങ് എ ഡിസൈറബിൾ ഓർ സ്ട്രോങ്ങർ ട്രേറ്റ്. കോമ്പൻസേഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, സപ്രഷൻ. ആൻസർ കോമ്പൻസേഷൻ ആണ്. ഇവിടെ എന്താ വരുന്നത് നോക്കിക്കേ, കവറിങ് അപ്പ് എ വീക്ക്നെസ് ബൈ സ്ട്രെസ്സിങ് എ ഡിസൈറബിൾ ഓർ സ്ട്രോങ്ങർ ട്രേറ്റ്. എന്തെങ്കിലും ഒരു വീക്ക്നെസ്സിനെ നമ്മൾ മറ്റൊന്നുകൊണ്ട് ഫില്ല് ചെയ്യുകയാണ്, വേറെ എന്തെങ്കിലും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ട്രേറ്റ് കൊണ്ട്, അല്ലെങ്കിൽ അതൊരു വേറൊരു ഗുണം കൊണ്ട് നമുക്ക് പറ്റാത്തൊരു ഗുണത്തെ, ഒരു വീക്ക്നെസ്സിനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പൻസേഷൻ. അടുത്ത് 13ാമത്തെ ചോദ്യം,
Which is a primary defense mechanism? Place displacement, projection, rationalization, repression. Answer repression ആണ് primary defense mechanism ഈ തന്നിട്ടുള്ളതിൽ. അടുത്ത 14ാമത്തെ ചോദ്യം. Suppression refers to conscious exclusion of bad memories that cause anxiety from mind, unconscious exclusion of bad memories that cause anxiety from mind, diversion of energy into positive and socially acceptable activities, stopping bad thoughts from memory. Answer conscious exclusion of bad memories that cause anxiety from mind. നമ്മൾ പറഞ്ഞതാണ് റെപ്രഷനും സപ്രഷനും ഉണ്ട് എന്നുള്ളത്. റെപ്രഷൻ ആണെങ്കിൽ അൺകോൺഷ്യസ് എക്സ്ക്ലൂഷൻ ആണ്. സപ്രഷൻ ആവുമ്പോൾ അതെന്തായി? കോൺഷ്യസ് എക്സ്ക്ലൂഷനായി. ഓക്കെ, ഇനി അടുത്ത 15ാമത്തെ ചോദ്യം. Attributing of our own unwanted trait into another person. Compensation, projection, rationalization, suppression. Answer പ്രൊജക്ഷൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്? ആട്രിബ്യൂട്ടിംഗ് ഓഫ് അവർ ഓൺ അൺവാണ്ടഡ് ട്രേറ്റ് ഇൻ ടു അനദർ പേഴ്സൺ. നമ്മളുടെ കുറ്റം നമ്മൾ മറ്റുള്ളവരിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്? പ്രൊജക്ഷനാണ്. മറ്റുള്ളവരുടെ മേർക്ക് ചാർത്തപ്പെടുന്നത് അതെന്താണ്? പ്രൊജക്ഷനാണ്. അടുത്ത 16ാമത്തത്. അവോയ്ഡൻസ് ഓഫ് ആൻ അൺഅക്സെപ്റ്റബിൾ റിയാലിറ്റി. അവോയ്ഡൻസ് ഓഫ് അൺഅക്സെപ്റ്റബിൾ റിയാലിറ്റി. സ്പ്ലിറ്റിംഗ്, പ്രൊജക്ഷൻ, അവോയ്ഡിങ്, ഡിനൈൽ. ആൻസർ ഇതാണ് വരുന്നത്. ഡിനൈൽ ആണ് ഇല്ലേ? അവോയ്ഡൻസ് ഓഫ് അൺഅക്സെപ്റ്റബിൾ റിയാലിറ്റി. അടുത്ത 17ാമത്തെ ചോദ്യം. അൺകോൺഷ്യസ് പ്രോസസ് ഇൻ വിച്ച് ക്ലൈൻറ്റ് ബ്ലോക്ക് അൺഡിസൈറബിൾ ആൻഡ് അൺഅക്സെപ്റ്റബിൾ തോട്ട് ഈസ് ടേംഡ് ആസ് repression, suppression, sublimation, denial. ആൻസർ റെപ്രഷൻ ആണ്. ഇവിടെ എന്താ? അൺകോൺഷ്യസ് പ്രോസസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തോട്ട്സിനെയും അൺഡിസൈറബിൾ ആയിട്ടുള്ള തോട്ട്സിനെയും ഒക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണ്? അൺകോൺഷ്യസ് ആയിട്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേതാണ്? റെപ്രഷൻ ആണ്. അടുത്ത 18ാമത്തെ ചോദ്യം. വിച്ച് ഡിഫെൻസ് മെക്കാനിസം ഈസ് റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി? നമ്മളൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ? regression, projection, sublimation, repression. ആൻസർ സബ്ലിമേഷൻ ആണ്. അതായത് സോഷ്യലി അക്സെപ്റ്റബിൾ ഫോമിലേക്ക് നമ്മളുടെ റിയാക്ഷനെ മാറ്റുന്നതാണ് സബ്ലിമേഷൻ. ഇതെന്താണ്? ക്രിയേറ്റിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. അടുത്ത 19ാമത്തെ ചോദ്യം. വിച്ച് ഈസ് എ ഡിഫെൻസ് മെക്കാനിസം? റിസപ്ഷൻ, പെർസെപ്ഷൻ, റെപ്രഷൻ, സാഡ്നെസ്. ആൻസർ ഏതാണ്? റെപ്രഷൻ ആണ് ഇല്ലേ? എന്താ ചോദിച്ചേക്കുന്ന? ഡിഫെൻസ് മെക്കാനിസം ഏതാന്നാ? നമ്മൾ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. അതേതാണ്? റെപ്രഷൻ ആണ്. അടുത്ത 20ാമത്തെ ചോദ്യം. എ സ്റ്റുഡൻറ് സ്കോൾഡഡ് ബൈ ദി ഹെഡ് മാസ്റ്റർ മേ ഹിറ്റ് ഹിസ് പിയേഴ്സ് ഇൻ ദി സ്കൂൾ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, regression, sublimation, projection. ആൻസർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു കുട്ടിയെ ഹെഡ് മാസ്റ്റർ വഴക്ക് പറയുന്നു, അതിന് പകരം ഒരു കുട്ടിയെ അവൻ എന്ത് ചെയ്യുന്നു? അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അടുത്ത 21. എ ടീച്ചർ റിഫ്ലക്റ്റ് ഹർ ആങ്കർ ഫ്രം ഹർ കൊളീഗ് ടു സ്റ്റുഡൻസ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻസർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? അയാളുടെ ദേഷ്യം, കൊളീഗ്സിനോടുള്ള ദേഷ്യം കുട്ടികളിൽ തീർക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അടുത്ത ചോദ്യം. എ ചൈൽഡ് ഹൂ ഫെയിൽസ് ഇൻ സ്റ്റഡീസ് എക്സെൽസ് ഇൻ മ്യൂസിക് ടു സേവ് ഹിസ് ഈഗോ. വാട്ട് കൈൻഡ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം ഈസ് സീൻ ഹിയർ? ഐഡൻറ്റിഫിക്കേഷൻ, സബ്ലിമേഷൻ, പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ.
ആൻസർ കോമ്പൻസേഷൻ ആണ് ഇല്ലേ. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ ഒരിടത്ത് പറ്റാത്തത് നമ്മൾ വേറൊരിടത്ത് എക്സൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത 23ാമത്തെ ചോദ്യം. ആൻ അൺകോൺഷ്യസ് പ്രോസസ് വെയർ പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഷെയിംഫുൾ തോട്ട്സ് എക്സെട്ര ആർ മൂവ്ഡ് ഫ്രം കോൺഷ്യസ് മൈൻഡ് ബൈ പുഷിംഗ് ഡൗൺ ദം ഇൻ ടു അൺകോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിൽ നിന്നും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളുടെ ഷെയിംഫുള്ളും പെയിൻഫുള്ളുമായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്ത് ചെയ്യുന്നു എന്നാണ് പുഷ് ഡൗൺ ചെയ്യുന്നു. ഇത് അൺകോൺഷ്യസ് പ്രോസസ് ആണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റെഗ്രഷൻ, സപ്രഷൻ, അഗ്രഷൻ, റെപ്രഷൻ. ആൻസർ റെപ്രഷൻ ആണ്. ലൈക്ക് എ ചൈൽഡിഷ് ആണ് റെഗ്രഷൻ. സപ്രഷൻ എന്ന് വെച്ചാൽ കോൺഷ്യസ് എഫേർട്ടാണ്. അഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ സോഴ്സിനെ ഇല്ലാതാക്കുന്നതാണ്. റെപ്രഷൻ എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് പ്രോസസ് ആയിട്ട് നമ്മളെ ഫീലിങ്സിനെയും തോട്ടിനെയും പുഷിംഗ് ഡൗൺ ചെയ്യുന്നതാണെന്നും പഠിച്ചു. അടുത്ത 24. അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഡിഫെൻഡ് ഹിംസെൽഫ് ബൈ ബ്ലെയിമിംഗ് അതേഴ്സ് ഫോർ ഹിസ് ഓൺ ഫോൾട്ട്. പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ, റെഗ്രഷൻ, പ്രൊജക്ഷൻ. ആൻസർ പ്രൊജക്ഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇല്ലേ. നമ്മളുടെ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രൊജക്ഷൻ ആണ്. അടുത്ത 25ാമത്തെ ചോദ്യം. രാമു ഈസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്, ബട്ട് ഹീ ഈസ് ട്രൈങ് ടു excel in sports and succeeds to a great extent in sports performance. This is known as projection, compensation, identification, repression. ആൻസർ കോമ്പൻസേഷൻ ആണ് അല്ലേ. നമ്മളുടെ അക്കാഡമിക് പെർഫോമൻസിൽ ആവറേജ് ആണെങ്കിൽ പക്ഷെ എന്തിൽ കയറി വന്നു? സ്പോർട്സിൽ ഗ്രേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതെന്തായി? കോമ്പൻസേഷനായി. അടുത്ത 26. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഡിഫെൻസ് മെക്കാനിസം. ഡിഫെൻസ് മെക്കാനിസം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. റിസെപ്ഷൻ, റെപ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, റാഷണലൈസേഷൻ. ആൻസർ റിസെപ്ഷൻ ആണ്. റിസെപ്ഷൻ എന്ന് പറഞ്ഞ് നമ്മളൊരു ഡിഫെൻസ് മെക്കാനിസവും പഠിച്ചിട്ടില്ല. അടുത്ത 27. അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ മെക്കാനിസം അഡോപ്റ്റഡ് ബൈ ദി ഇൻഡിവിജ്വൽ to tackle a frustrating situation. Conflict, adjustment mechanism, maladjustment, adjustment. ആൻസർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ആണ്. ക്വസ്റ്റ്യൻ അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ മെക്കാനിസം ആണ് അഡോപ്റ്റഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ടു ടാക്കിൾ എ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ. നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ മെക്കാനിസത്തിനെ അറിയപ്പെടുന്ന പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം. അടുത്ത 28ാമത്തെ ചോദ്യം. A man reflects his anger from his boss to child is an example of projection, displacement, regression, reaction formation. ആൻസർ എന്ത് വന്നു? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമുക്കറിയാം, ഒരാളിലുള്ള ദേഷ്യം നമ്മൾ മറ്റൊരാളിൽ തീർക്കുന്നു ഇല്ലേ. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 28 ചോദ്യങ്ങൾ ഡിഫെൻസ് മെക്കാനിസത്തിൽ നിന്ന് മാത്രമായി ചോദിച്ചു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോ ഉണ്ട്, ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്, അതുകൂടി ഒന്ന് കാണുക. അതിനുശേഷം വീണ്ടും ഇതൊന്ന് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.